അത്രയും പറഞ്ഞവൻ ലാപ്ടോപ്പിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിച്ചു. ആ നിമിഷമാണ് ക്യാബിൻ തുറന്നുകൊണ്ട് ശ്രുതി വരുന്നത്. മേ ഐ കമിൻ സർ? അവളുടെ ശബ്ദത്തിനൊപ്പം ഒരേപോലെ ഗൗരിയും സഞ്ജുവും അവിടേക്ക് നോക്കി. ഫുഡ് കഴിച്ചു കഴിഞ്ഞോ? ഗൗരവത്തോടെയായിരുന്നു അവൻ്റെ ചോദ്യം. കഴിഞ്ഞു സർ. എങ്കിൽ വരൂ. തന്നെ ഗൗനിക്കാതെയുള്ള അവൻ്റെ സംസാരവും ഗൗരിയിൽ ദേഷ്യമുണർത്തിയിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ജോലിയുമില്ല, അപ്പുറത്തേക്ക് ചെല്ല്. അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരി പറഞ്ഞു. ശ്രുതി നിസ്സഹായമായി അവിടെ നിൽക്കുകയാണ് ചെയ്തത്. ആരെ അനുസരിക്കണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. ഗൗരി, ഞാൻ പറഞ്ഞു, ഇതെൻ്റെ PA ആണ്. ഞാനാണ് അവൾ എന്ത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, അല്ലാതെ ഗൗരിയല്ല. അവൻ്റെ ഒച്ച ഉയർന്നിട്ടും ഗൗരിക്കൊരു കുലുക്കവും ഉണ്ടായില്ല. പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ഒരു ജോലിയുമില്ല എന്ന്. ഗൗരി വീണ്ടും ഒരു ആത്മസ്വഭാവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ധൈര്യം വീണ്ടെടുത്ത് ശ്രുതി ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സോറി മേഡം, സാറാണ് എൻ്റെ ബോസ്. മേഡം ആരാണെന്ന് പോലും എനിക്കറിയില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. സാറ് പറഞ്ഞത് കേൾക്കാനേ എനിക്ക് നിവൃത്തിയുള്ളൂ. അവളുടെ ഉറച്ച മറുപടി തൻ്റെ കർണത്ത് ഒരു അടി കിട്ടുന്നത് പോലെയാണ് ഗൗരിക്ക് തോന്നിയത്. എന്നാൽ സഞ്ജയ്ക്ക് അവളുടെ മറുപടി ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരുടെ മുഖത്തെ ആ ഭാവം നിറഞ്ഞു നിന്നു. വന്നു കയറിയപ്പോൾ തന്നെ ഇത്ര അഹങ്കാരമാണല്ലോ നിനക്ക്. നിന്റെ ഈ സാറിൻ്റെ മേലധികാരം ഉണ്ടാവാൻ പോകുന്ന ആളാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് ഞാൻ. ഞാനും സഞ്ജയും പറയുന്നത് ഒരുപോലെ തന്നെയാണ് കേൾക്കേണ്ടത്. ഗൗരി, വീട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ല ഇത്. ദയവ് ചെയ്ത് ജോലി മെനക്കെടുത്താതെ നീ ചെല്ല്. സഞ്ജയുടെ ആ മറുപടിയിൽ ദേഷ്യത്തോടെ അവൾ ക്യാബിൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. അഡ്വർടൈസിംഗ് ഏജൻസിക്ക് ഒരു മെയിൽ അയക്കണം. സബ്ജക്റ്റ് ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. ഗൗരവത്തോടെ പറഞ്ഞ് അവൻ്റെ സീറ്റിലേക്കിരുന്നു. മെയിൽ അയക്കുന്നതിൻ്റെ ഇടയിലും അവൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ വല്ലാത്ത അസ്വസ്ഥനാണ് എന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ജോലി കൃത്യമായി ചെയ്തതിനു ശേഷം അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നു. ലാപ്ടോപ്പിൽ എന്തോ നോക്കുകയാണ്. അവൻ ഇവിടെയല്ലെന്ന് തോന്നിയിരുന്നു. മെയിൽ അയച്ചു കഴിഞ്ഞോ? അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ ആ സാന്നിധ്യം അറിഞ്ഞവൻ ചോദിച്ചു. അയച്ചു സർ. സാറിന് ഫോർവേഡ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാറിൻ്റെ മെയിൽ ID വിട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തോളാം. എന്താ 5 മണിക്കാണ് ഓഫീസ് നടക്കുന്ന സമയം, ഇപ്പം 4 മണി ആയിട്ടുള്ളൂ. എന്താ നേരത്തെ പോണോ? അവളുടെ നിൽപ്പ് കണ്ടവൻ ചോദിച്ചു. അതുകൊണ്ടല്ല സർ, ഞാൻ സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണല്ലോ. സാറിൻ്റെ അത്യാവശ്യം പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ പറ്റുമെന്നാണല്ലോ അതിനർത്ഥം. മനസ്സിലാവാതെ അവൻ ലാപ്ടോപ്പിൽ നിന്നും അവളുടെ മുഖത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എൻ്റെ മുൻപിൽ ഒരാൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എനിക്കെന്തോ ഒരു വല്ലായ്മയാണ്. അത് ബോസ് ആവുമ്പോൾ ഒരു വല്ലായ്മ കൂടും. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ പറയുന്നു എന്ന് കരുതിയാൽ മതി. ഉച്ചയ്ക്ക് സാറ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ല. ഇപ്പോൾ സമയം 4 മണിയായി. ഇതുവരെ ജ്യൂസ് പോലും കുടിച്ചിട്ടില്ല. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പോയി ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ചു വരാം. ഇത്രയും സമയത്തിനിടയിൽ അവൾ തന്നെ അത്രത്തോളം ശ്രദ്ധിച്ചു എന്ന് ഒരത്ഭുതം അവനിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതവൻ പുറത്ത് കാണിച്ചില്ല. ചില ദിവസം ഞാൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല. ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് 2 പേർക്കൊരു ചായ വരുത്താം. എനിക്ക് വേണ്ട സർ, ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞല്ലോ. സാർ കഴിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. താൻ കഴിച്ചതൊക്കെ ഇപ്പോൾ ദഹിച്ചിട്ടുണ്ടാകും. സമയം ഒരുപാടായില്ലേ? അവൻ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് കോഫി ഓർഡർ ചെയ്തു. എത്ര മണിക്കാ ബസ്? കോഫി വന്നപ്പോഴേക്കും അവൾ ഒരു കപ്പ് നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. 5:10 ആവും. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് സന്ധ്യയാവില്ലേ? ആ വഴിയിലൂടെയൊക്കെ തന്നെ പോകാൻ പേടിയല്ലേ? ഇല്ല സർ, ഞാൻ കുട്ടിക്കാലം മുതൽ താമസിച്ചത് അവിടെയല്ലേ. അച്ഛൻ എന്തു പറ്റിയതാ? താൻ എത്ര വരെ പഠിച്ചു? ഗൗരവത്തോടെയാണെങ്കിലും തന്നെക്കുറിച്ച് അറിയാൻ അവന് താല്പര്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അച്ഛൻ ബസ് ഡ്രൈവർ ആയിരുന്നു. അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്തൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അന്നൊന്നും അറിയില്ലായിരുന്നു എന്നതാണ് സത്യം. ഞാൻ ഡിഗ്രി 3rd ഇയർ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ബസ് ആക്സിഡൻ്റ് ആവുന്നത്. അങ്ങനെ ഒരു വലിയ അപകടം പറ്റി. കാലിനായിരുന്നു പ്രശ്നം വന്നത്. പിന്നീട് ചികിത്സിക്കാനൊക്കെ നോക്കി. പക്ഷേ അതിനിടയിൽ BP കൂടി, സ്ട്രോക്ക് വന്നു. അപ്പോഴേക്കും അച്ഛൻ തളർന്നു പോയിരുന്നു. പിന്നെ അങ്ങനെ നടന്ന് ചികിത്സിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. സമ്പാദ്യങ്ങളൊന്നും അച്ഛനില്ലായിരുന്നു. ഞങ്ങളെ നന്നായിട്ട് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ PGക്ക് വിടാൻ വേണ്ടി കുറച്ച് പൈസ പോസ്റ്റ് ഓഫീസിലും മറ്റും അച്ഛൻ ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഞങ്ങൾ അച്ഛനെ ചികിത്സിച്ച് സ്ട്രോക്ക് കൂടി വന്നതിന് ശേഷം ഇനി ചികിത്സിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് അവിടെ നിർത്തി. കുറേ കടായി. അച്ഛൻ വീണു കിടന്നതിന് ശേഷം ഞങ്ങൾ അറിയുന്നത് വീട് പോലും അച്ഛൻ പണയം വെച്ചിരുന്നു എന്ന്. എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി അച്ഛൻ വീടൊക്കെ പണയം വെച്ചത്. പക്ഷേ അതും ശരിയായില്ല. ചേച്ചി എവിടെയാണ്?
ചോദിച്ച പണവും സ്വർണവും ഒക്കെ കൊടുത്ത് കല്യാണം നടത്തിയതാണ്. വീടും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ചേട്ടൻ വീട്ടിൽ വരാൻ തുടങ്ങി. ഒന്നും കൊടുക്കാണ്ടായപ്പോൾ ആ ദേഷ്യമൊക്കെ ചേച്ചിയിലായിരുന്നു സഹിക്കുന്നത്. 3 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് ഒരടി കൊടുത്തു എന്നാണ് അയൽപക്കത്തെ ആളുകളൊക്കെ പറയുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കഴിഞ്ഞു. അവർ പറഞ്ഞത് ചേച്ചി ആത്മഹത്യ ചെയ്തതാണെന്ന്. ചേച്ചിക്ക് പരപുരുഷനുമായി ബന്ധമുണ്ടായിരുന്നു എന്നുവരെ അവർ പറഞ്ഞു. ചേട്ടൻ KSRTC ഡ്രൈവറായിരുന്നു. അത്യാവശ്യം രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് ആ കേസ് ഒതുക്കി തീർത്തു. ഇപ്പോൾ വേറെ കല്യാണമൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് അതിനു പുറകെ പോകാൻ ആരും ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ ചുവന്നു തുടങ്ങിയിരുന്നു. അന്ന് വീട്ടിൽ വന്നൊരു പ്രശ്നം ഉണ്ടാക്കില്ലേ, അതാരാ? അയാൾ ഞങ്ങളുടെ നാട്ടിൽ ആധാരമൊക്കെ വെച്ച് പണം കടം കൊടുക്കുന്ന ഒരാളാണ്. അച്ഛൻ അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയത്. കുറച്ചൊക്കെ അച്ഛന് തിരികെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കൊടുക്കാതെ വന്നപ്പോൾ വീട്ടിൽ വന്ന് അനാവശ്യം പറയുന്നതാണ് പ്രധാന പണി. ഇതൊക്കെ നിയമപരമായി നേരിടേണ്ടടോ. ഇന്നത്തെ കാലത്ത് ഓപ്പറേഷൻ കുബേര പോലെയുള്ള എത്ര സംഭവങ്ങളുണ്ട് ഇവരെയൊക്കെ നേരിടാൻ. അത് ശരിയല്ല. അവരോട് വാങ്ങിയത് തിരികെ കൊടുക്കാനുള്ള അർഹത നമുക്കുണ്ടല്ലോ. പിന്നെ ഒരുപാട് വട്ടം സമയം തന്നു. ഞങ്ങളൊക്കെ പറഞ്ഞത് കേൾക്കുമായിരുന്നു. എല്ലാ മനുഷ്യർക്കും ഒരു പരിധി ഉണ്ടാവില്ലേ? അത് കഴിയുമ്പോൾ ആരാണെങ്കിലും പ്രതികരിച്ചു പോകും. വാങ്ങിയ പണം ഞാൻ പലിശ സഹിതം തിരിച്ചു കൊടുക്കും. എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ഏറ്റവും വലുതെന്ന്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ അനുഭവിക്കുന്ന എത്രയോ ചെറിയ പ്രശ്നങ്ങളാണ് എന്ന്. തൻ്റെ ജോലിയുടെ രീതികളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. ഒരു 3-4 മാസത്തിനുള്ളിൽ തനിക്ക് പെർമനൻ്റായിട്ട് കമ്പനിയിൽ തന്നെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ജോലി തരാമെന്ന് ഞാൻ നോക്കട്ടെ. കമ്പനിയുടെ കാര്യങ്ങളൊന്നും എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ബോർഡ് മീറ്റിംഗ് കൂടിയ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റൂ. തൻ്റെ ജോലിയുടെ രീതി നോക്കിയതിനു ശേഷം ഞാൻ എന്തെങ്കിലും ചെയ്യാം, ടാലൻ്റ് ആണെങ്കിൽ. താങ്ക് യു സർ. ഇന്ന് ചെയ്ത വർക്കുകളെല്ലാം തന്നെ ഒരു PDF ഫയലാക്കി എനിക്ക് മെയിലിലേക്ക് ഇട്ടേക്ക്. അതിനുശേഷം പൊയ്ക്കോളൂ. ഇന്നത്തെ ദിവസം കൂടുതലൊന്നും ചെയ്യേണ്ട. വളരെയധികം ആശ്വാസത്തോടെ അവൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലേക്ക് ചെന്നു. വീണ്ടും തൻ്റെ ജോലികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഉള്ളിൽ നിറയെ വേദനകളുമായി ജോലി വൃത്തിയായി ചെയ്യുന്നവളെ തന്നെ അവൻ നോക്കിയിരുന്നു. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ എന്തെല്ലാം വേദനകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും, നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. പണമില്ലാത്തതാണ് അവളുടെ വേദനയുടെ കാരണമെങ്കിൽ പണമുണ്ടായിട്ടും സമാധാനമില്ലാത്തതാണ് തൻ്റെ വേദനയുടെ കാരണമെന്ന് അവൻ ചിന്തിച്ചിരുന്നു ആ നിമിഷം. ഓരോ ദിവസവും വളരെ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ആ ജോലിയും സഞ്ജുവുമായി അവൾ പെട്ടെന്ന് തന്നെ ഇണങ്ങി. ഇടയ്ക്കിടെ ദേഷ്യപ്പെട്ട് ഗൗരവത്തോടെയുള്ള അവൻ്റെ രീതികളോട് മാത്രം അപ്പോഴും അവൾക്ക് അവജ്ഞത തോന്നിയിരുന്നു. ചില സമയത്ത് സഞ്ജയ് പാടെ തനിക്ക് മനസ്സിലാവാത്ത ഒരാളാണെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ലല്ലോ. ചിലപ്പോഴൊക്കെ തന്നോട് വളരെയധികം ദേഷ്യപ്പെടുമ്പോഴും ചിലപ്പോൾ വളരെയധികം ശാന്തമായി സംസാരിക്കാറുണ്ട്. ഓഫീസിൽ അനുഗ്രഹയോടല്ലാതെ മറ്റാരോടും വലിയ സൗഹൃദം പുലർത്തിയിരുന്നില്ല. എല്ലാവരും അല്പം അത്ഭുതത്തോടെ തന്നെയാണ് തന്നെ നോക്കിയിരുന്നത്. 1 മാസം വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരുന്നു. ശമ്പളം കിട്ടിയപ്പോൾ കുറച്ചധികം പണം കടം വീട്ടാനും മറ്റുമായി എടുത്തു. അതോടൊപ്പം ഒരു ചിട്ടി ചേർന്നു. അതടിക്കുമ്പോൾ തന്നെ ആദ്യം തീർക്കേണ്ടത് ശിവന്റെ കടമാണെന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ അമ്പലത്തിൽ പോയപ്പോഴാണ് സിന്ധു ചേച്ചിയെ കാണുന്നത്. ജോലി കിട്ടിയതിനു ശേഷം വിശേഷങ്ങളൊന്നും തന്നെ ചേച്ചിയോട് പങ്കുവച്ചിരുന്നില്ല. കുറേ സമയം ചേച്ചിക്കൊപ്പം നിന്ന് ജോലിയെക്കുറിച്ചും ജോലിയുടെ രീതികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. ഏതായാലും നല്ലൊരു ജോലി നിനക്ക് കിട്ടിയല്ലോ. കുറേ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും. പിന്നെ ഒരു കാര്യം നീ സൂക്ഷിക്കണം. പേഴ്സണൽ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് പ്രശ്നമുള്ള പോസ്റ്റാണ്. പ്രത്യേകിച്ച് അവരൊക്കെ വലിയ ആളുകളാകുമ്പോൾ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. സിന്ധു ഒരു ഉപദേശം പോലെ പറഞ്ഞു. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? സംശയത്തോടെ അവൾ ചോദിച്ചു. പേഴ്സണൽ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് പല ഉദ്ദേശങ്ങളും കാണും. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് അയാളോടൊപ്പം എവിടെയും പോകാനൊന്നും നിൽക്കരുത്. പ്രത്യേകിച്ച് രാത്രിയിൽ. നമ്മൾ സിനിമയിലും സീരിയലിലും കണ്ടിട്ടുള്ള ടൂറൊക്കെ എന്ന് പറഞ്ഞ് ആളുകൾ പെൺകുട്ടികളെ കൊണ്ട് പോകുന്നത്. ഏതേലും ആളൊഴിഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് എന്തൊക്കെ കാണിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരല്പം സൂക്ഷിക്കണം. ചേച്ചി പറഞ്ഞപ്പോൾ ഒരല്പം ഭയം ഉള്ളിൽ തോന്നിയെങ്കിലും സഞ്ജയ് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ തുറന്നു പറയുകയും ചെയ്തു അവൾ. ചേച്ചി വിചാരിക്കുന്ന പോലെയുള്ള ഒരാളൊന്നുമല്ല സഞ്ജയ് സാറ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുമില്ല. ആദ്യം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാവും. പിന്നെയല്ലേ തനി നിറം പുറത്തു വരുന്നത്. പിന്നെ കള്ളന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത് യഥാർത്ഥ സ്വഭാവമൊന്നും പുറത്ത് കാണിക്കില്ല. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ചെറിയ സംശയത്തിൻ്റെ സൂചന പോലെ അവൾ ചോദിച്ചു. ആദ്യം ഒരു കുഴപ്പമില്ല, കുഴപ്പക്കാരനല്ലാത്ത ആളാണ് എന്ന രീതിയിലൊക്കെ നിൽക്കും.
നമ്മുടെ വിശ്വാസം നേടിയെടുത്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. നമ്മൾ അതിന് കൊടുക്കരുതെന്നാണ് മാത്രം. വലിയ ആളുകളായതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാലും നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. ഒതുക്കി തീർക്കാൻ അവർക്ക് 100 മാർഗങ്ങൾ കാണും. അല്പം പരിഭ്രമത്തോടെയാണ് തിരികെ വീട്ടിലേക്ക് നടന്നിരുന്നത്. വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ചെന്നപ്പോഴും ചേച്ചി പറഞ്ഞ വാക്കുകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. സഞ്ജയ് പറഞ്ഞ ഓരോ കാര്യങ്ങളും മെയിലിലേക്ക് ടൈപ്പ് ചെയ്യുമ്പോഴും മനസ്സ് അവിടെയില്ലെന്ന് തോന്നിയിരുന്നു. ടൈപ്പിംഗ് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടി സഞ്ജയ് പറഞ്ഞത്. അടുത്ത ആഴ്ച നമുക്കൊരു ടൂർ ഉണ്ടാവും, ചെന്നൈയാണ്. ഒരു നിമിഷം മനസ്സിലൊരു ഇടിവെട്ടി. ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തി. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തിലായിരിക്കുമോ സാറിപ്പോൾ ഈ കാര്യം പറഞ്ഞത് എന്നായിരുന്നു മനസ്സിൽ നിറഞ്ഞു നിന്നത്. അത്രയും ദൂരെയാണോ സർ? പരിഭ്രമത്തോടെ ചോദിച്ചു. ആ, ഒരു കമ്പനിയുടെ മീറ്റിംഗ് ആണ്, അത്രയും ദൂരെ തന്നെ പോയേ പറ്റൂ. അന്ന് തന്നെ നമ്മൾ തിരികെ വരുമോ? താനെന്നൊരു മനുഷ്യനാണ്, മിനിമം കോമൺ സെൻസ് ഇല്ലേ? അങ്ങ് തമിഴ്നാട് വരെ പോയി അന്ന് തിരിച്ചു വരാൻ പറ്റുമോ? എന്താണെങ്കിലും കുറച്ച് സമയമെടുക്കും, 2-3 ദിവസമെടുക്കും. പിന്നെ മീറ്റിങ്ങിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും. കാര്യങ്ങളൊക്കെ നന്നായി നടന്നാൽ മീറ്റിംഗ് കഴിഞ്ഞ രാത്രിയിൽ തിരികെ വരും. അതല്ല എങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. നമുക്ക് മുൻപേ പറയാൻ പറ്റില്ല. ഓഫീസിൽ നിന്നും വേറെ ആരൊക്കെയുണ്ട് സർ? ഓഫീസിൽ നിന്ന് ആരുമില്ല, വളരെ സീക്രട്ട് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ്. നമ്മൾ 2 പേര് മാത്രമേ കാണൂ. പെട്ടെന്ന് അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ടിട്ടെന്നതുപോലെ അവൻ തിരിച്ചു മറുപടി ചോദിച്ചു. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട് സർ, രണ്ടും കൽപ്പിച്ച് അവൾ പറഞ്ഞു. ശേഷം പറഞ്ഞു, 3 ദിവസം ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറയുമ്പോൾ ഈ ജോലി തുടങ്ങുന്നതിന് മുൻപേ ഞാൻ തന്നോട് പറഞ്ഞതല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ താൻ ഇതെല്ലാം സമ്മതിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണ്? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അതല്ല സർ, ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല. ഒറ്റയ്ക്കല്ലല്ലോ, ഞാനുണ്ടല്ലോ. സാറിന് എനിക്കൊരു മാസത്തെ പരിചയമല്ലേ ഉള്ളൂ. പെട്ടെന്നുള്ള അവളുടെ മറുപടിയിൽ അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്താണ് ശ്രുതി ഉദ്ദേശിക്കുന്നത്? അവൻ്റെ ശബ്ദമുയർന്നു. അല്ല സർ, ഞാനൊരു പെൺകുട്ടിയല്ലേ. അപ്പോൾ ഒരു അന്യപുരുഷൻ്റെ ഒപ്പം 3 ദിവസം ഒറ്റയ്ക്ക് മാറി നിൽക്കാന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പ്രശ്നം എനിക്ക് മനസ്സിലായി. പേഴ്സണൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ടൂറും മറ്റും ഉണ്ടാകുമെന്ന് ഞാൻ തന്നോട് ആദ്യം തന്നെ പറഞ്ഞതാണ്. അതൊക്കെ എഗ്രി ചെയ്തിട്ടാണ് നിങ്ങൾ ജോലിക്ക് വേണ്ടി വന്നത്. പിന്നെ ശ്രുതി, കാലം ഒരുപാട് മാറി. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അച്ഛനെയും ആങ്ങളെയും കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു പെൺകുട്ടി അവളുടെ സുരക്ഷിതത്വം സ്വന്തമായി തന്നെ തീരുമാനിക്കുകയാണ് വേണ്ടത്. അതിനുള്ള തൻ്റെ ഇടം പെൺകുട്ടികൾക്ക് ഉണ്ടാവണം. അവൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അതല്ല സർ, നോ, ഇനി ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ട. ഓക്കെ ആണെങ്കിൽ ഞാൻ തനിക്കും കൂടി ടിക്കറ്റ് എടുക്കും. ബുദ്ധിമുട്ട് വല്ലതുമുണ്ടെങ്കിൽ തനിക്ക് ജോലി വേണ്ടെന്ന് വെക്കാം. അവൻ്റെ അറുത്തുമുറിച്ചുള്ള മറുപടിയിൽ അവൾക്ക് മുൻപിൽ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. പോകാൻ വേണ്ടി തന്നെ അവൾ തീരുമാനിച്ചു. അവൻ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയുടെ സുരക്ഷ മറ്റുള്ളവരുടെ കൈകളിലല്ല, അവളുടെ കൈകളിൽ തന്നെയാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു.